ഹായ് മഗൾസ്, ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിവിധ പാഠങ്ങളിൽ നിന്നായിട്ട് നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ പേര് ദാനിഷ്. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ഒരു ലൈറ്റ്നിങ് കണ്ടക്ടറും ലൈറ്റ്നിങ് അറസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം? ഒരു മിന്നൽ രക്ഷാചാലകവും ഒരു ലൈറ്റ്നിങ് അറസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സിമ്പിളാടാ. ഒരു ബിൽഡിങ്ങിന്റെ മേലെ ഇതേമാതിരിയുള്ള ഉപകരണം ഉണ്ടാവും. ഇതാണ് നമ്മൾ ലൈറ്റ്നിങ് കണ്ടക്ടർ അല്ലെങ്കിൽ മിന്നൽ രക്ഷാചാലകം എന്ന് പറയാം. എന്നാൽ ചില ട്രാൻസ്ഫോമറിലൊക്കെ ചില വൈദ്യുത ഉപകരണങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ചില ആൾക്കാരെ കാണാറുണ്ട്. ഇതാണ് നമ്മളെ ലൈറ്റ്നിങ് അറസ്റ്റർ. അപ്പോൾ നിങ്ങളൊരു എക്സാമിന് ഞങ്ങൾ അങ്ങനെയാണ് എഴുതേണ്ടി അല്ല. ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താ? നിങ്ങൾക്ക് ഒരു ലൈറ്റ്നിങ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിനെ മൊത്തം, ഒരു കെട്ടിടത്തിനെ മൊത്തം ഇടിമിന്നലിൽ നിന്ന് അല്ലെങ്കിൽ ലൈറ്റ്നിങ്ങിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? എന്നാൽ ലൈറ്റ്നിങ് അറസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രിക് ഉപകരണത്തെ, ഇലക്ട്രിക് ഡിവൈസുകളെ ലൈറ്റ്നിങ്ങിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. സോ ഇതൊരു കെട്ടിടത്തിനെ മൊത്തം സംരക്ഷിക്കും, ഇത് ഇലക്ട്രിക് ഉപകരണങ്ങളെ മാത്രം സംരക്ഷിക്കും. വല്ല വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. സിമ്പിളാടാ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വാഹനത്തിൽ ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ എന്നിങ്ങനെ രണ്ടാൾക്കാരുണ്ട്. ഇവരുടെ രണ്ടാൾക്കാരുടെയും ഫംഗ്ഷൻ എന്താ, ധർമ്മം എന്താന്ന്? സിമ്പിള്. സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ ഉണ്ട്. അത് വാഹനങ്ങളുടെ, വെഹിക്കിൾസിന്റെ സ്പീഡ് അല്ലെങ്കിൽ വേഗതയാണ് മെഷർ ചെയ്യുന്നത്. സിമ്പിൾ അല്ലേ? അവിടെ നോക്കടാ, അതിന്റെ സ്പീഡ് 0, 20, 40, 60. ഇതാണ് വണ്ടിന്റെ സ്പീഡോമീറ്റർ. അതിന്റെ സ്പീഡ് ഇങ്ങനെ കാണിച്ചു തരും. സ്പീഡ് കൂടുമ്പോൾ ഇങ്ങനെ കൂടും. എന്നാൽ ഈ ഭാഗത്ത് കാണിക്കുന്നതിനടാ അത് എത്ര ദൂരം സഞ്ചരിച്ചു, അതാണ് നമ്മൾ ഓഡോമീറ്റർ കാണിച്ചു തരിക. സോ ഓഡോമീറ്റർ മെഷർ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വെഹിക്കിൾ. ഒരു വാഹനം സഞ്ചരിച്ച ദൂരമാണ് ഓഡോമീറ്റർ നമുക്ക് കാണിച്ചു തരിക. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കുന്ന ഉപകരണം ഏതാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് ബാരോമീറ്റർ. എന്താണ് ഉപകരണത്തിന്റെ പേര്? ബാരോമീറ്റർ. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് ബാർ. ഏതാണ്? ബാർ. അപ്പൊ ഇതും കൂടി നമ്മൾ ആ ഭാഗത്ത് പഠിച്ചാൽ സന്തോഷം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം വരും, ഇതിൽ ഏതാണ് വിച്ച് ഈസ് മോർ കംഫർട്ടബിൾ? വൈ? ഈ രണ്ട് ചിത്രത്തിൽ ഒരാൾ ഉരുട്ടുന്നുണ്ട്, റോൾ ചെയ്യുന്നുണ്ട്, ഒരാളെ സ്ലൈഡ് ചെയ്യുന്നുണ്ട്. ഉരുട്ടുന്നുണ്ട്, നിരക്കുന്നുണ്ട്. ഇതിൽ ഏതാണ് ഏറ്റവും സുഖപ്രദം? എന്തുകൊണ്ടാണെന്ന് മക്കൾ പറ. ഏതാ ഏറ്റവും സുഖം? ഉരുട്ടാനാണോ സുഖം? സ്ലൈഡ് ചെയ്ത് നിരക്കി നീക്കാനാണോ സുഖം? ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ റോളിംഗ് ആണ്. റോളിംഗ് ആണ് ഏറ്റവും എളുപ്പം. റോളിംഗ് ഈസ് വെരി വെരി ഈസി. എന്താ അങ്ങനെ? റോളിംഗ് അഥവാ ഉരുട്ടൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്ക് എപ്പോഴും ഒരാൾ ഉരുട്ടാനാണ് സുഖം. അതെന്താന്ന് വെച്ചാൽ റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവാണ്. ഇവിടെ പാവം ഘർഷണ ബലം വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് പോവാം, ബുദ്ധിമുട്ടുണ്ടാവില്ല, വെറുപ്പിക്കാൻ ആരുമില്ല. നമ്മുടെ നോക്കടാ, ഇത്രയും ആൾക്കാർ ഘർഷണ ബലം ഉണ്ട്, ഫ്രിക്ഷൻ ഉണ്ട്. സോ ഘർഷണ ബലം കൂടുമ്പം ബുദ്ധിമുട്ട് വളരെ വളരെ കൂടും. സോ എന്തുകൊണ്ടാണ് ഉരുട്ടാൻ സുഖം? റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവാണ്. ഇതിന്റെ അഭിപ്രായം ആർക്കുമില്ലല്ലോ. അപ്പൊ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, ഈ റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന തത്വം നമ്മൾ നിത്യജീവിതത്തിൽ എവിടെയെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോന്ന്? ഉണ്ട്. നമ്മൾ സാധാരണഗതിയിൽ മരത്തടികളെയൊക്കെ നമ്മൾ ഉരുട്ടിയാണ് കൊണ്ടുപോവുക, അല്ലാതെ നിരക്കി കൊണ്ടുപോകാറില്ല. മാത്രമല്ല നമ്മളെ വീട്ടിൽ കിണറിൽ നിന്നൊക്കെ വെള്ളം കോരുന്ന ഒരു കപ്പി ഉണ്ടല്ലോ, പുള്ളി. ആ പുള്ളിയും ഇതേ തത്വമാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ ആൾക്കാർ ഉരുട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തത്വം എന്തായിരിക്കും? റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവാണ് എന്നുള്ളതാണ്. ഇനി ഈ പാഠത്തിന് വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ട്. ശരിക്കും ഈ പാഠം എന്ന് പറഞ്ഞാൽ ഏത് പാഠം എന്ന് പറയാം? നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഇതിന്റെ ഇതേമാതിരത്തെ ഒരു വീഡിയോ ഇതേമാതിരത്തെ ഒരു ചോദ്യം നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ്. എന്നാൽ ഇതിലും കൂടി നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കും. നിങ്ങൾക്കറിയാം, രണ്ട് വസ്തുക്കൾ തമ്മിൽ നമ്മൾ റബ്ബ് ചെയ്യുകയാണെങ്കിൽ, ഇത് മലയാളത്തിലാണ് കൊടുത്തത്, പക്ഷേ ഇംഗ്ലീഷിലും പറഞ്ഞുതരാം. രണ്ട് വസ്തുക്കൾ തമ്മിൽ നമ്മൾ റബ്ബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഉരസുകയാണെങ്കിൽ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇലക്ട്രോൺ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യും. ഇലക്ട്രോൺ ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പോസിറ്റീവ് ചാർജ് കിട്ടും, ഒരാൾക്ക് നെഗറ്റീവ് ചാർജ് കിട്ടും. അപ്പം എൻ്റെ മക്കളോട് ചോദിക്കുകയാണ്, ഓ മൈ ഗോഡ്, ഈ രണ്ടാൾക്കാരുടെ പേര് തരും. ഗ്ലാസ് റോഡ്, സിൽക്ക്, എബണൈറ്റ്, വൂൾ അല്ലെങ്കിൽ കമ്പിളി, റബ്ബർ, വൂൾ. നിങ്ങളോട് ചോദിക്കുകയാണ്, ഇലക്ട്രോൺ എവിടുന്ന് എങ്ങോട്ടാണ് എക്സ്ചേഞ്ച് ചെയ്യുക, ആർക്കാണ് കൊടുക്കുക? അടുത്ത ദിവസം എന്താ? ആർക്കാണ് പോസിറ്റീവ്, ആർക്കാണ് നെഗറ്റീവ്? ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചതാ. നിങ്ങൾ മനസ്സിലാക്കുക, ഒരാൾ ഇലക്ട്രോണിനെ കൊടുക്കുകയാണെങ്കിൽ, ദാനശീലരാണെങ്കിൽ, ദാനശീലരാണെങ്കിൽ അയാൾക്ക് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഒരാൾ ഇലക്ട്രോൺ വാങ്ങുകയാണെങ്കിൽ അയാൾക്ക് ഇപ്പോൾ കട ഇത് എന്നാൽ തിരിച്ചു കൊടുക്കാന്ന് അറിയണ്ടേ, അയാൾ നെഗറ്റീവ് ആയിരിക്കും. സോ ഇലക്ട്രോൺ വാങ്ങുന്ന ആൾക്ക് നെഗറ്റീവ് ആയിരിക്കും. ഞാൻ എപ്പോഴും കടം കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുടെ പേര് പറഞ്ഞുതരാം, പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ പേര് പറഞ്ഞുതരാം. ശരിക്കും കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അന്ന് ആലോചിച്ച് നോക്കണം ഏതൊക്കെയാണ് പോസിറ്റീവായ ആൾക്കാരെന്ന്. ഞാൻ കുറേ പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി കണ്ടോളൂ. ഏതെങ്കിലും കുട്ടികൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കുക. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ എപ്പോഴും കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ദാനശീലരായിട്ടുള്ള ഒന്നാമത്തെ ആളാണ് ഗ്ലാസ് റോഡ്, ഗ്ലാസ് ദണ്ട്. എടാ അങ്ങനെ ആലോചിക്കുക, ഗ്ലാസ് റോഡ് ഭയങ്കര പോസിറ്റീവാണ്. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അയച്ചാൽ ഗ്ലാസ് റോഡ് നമ്മൾ എന്നും കാണുന്ന ഒരാളാണ് ഗ്ലാസ്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച്
കുടിച്ചാൽ എന്തൊരു സമാധാനം, എങ്ങനെയെങ്കിലും ആലോചിച്ചോളൂ. സോ ഗ്ലാസ് റോഡ് പോസിറ്റീവാണ്. രണ്ടാമത്തെ ആളാണ് സഹോദരി സഹോദരന്മാരെ, ആരറിയാം നിങ്ങൾക്ക്? വൂൾ, കമ്പിളി. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. അമ്പിളി എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. അമ്പിളി എന്ന് പറഞ്ഞാൽ പൊളിയാണ്. അമ്പിളി നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്. അമ്പിളി നല്ലോണം ദാനം ചെയ്യും. അമ്പിളി എല്ലാവർക്കും പൈസ കൊടുക്കും. അമ്പിളി നല്ലൊരു കുട്ടിയാണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, അമ്പിളി നല്ലൊരു കുട്ടിയാണ്. സോ കമ്പിളി അഥവാ വൂൾ, കമ്പിളി അഥവാ വൂൾ അതൊരു നല്ല കുട്ടിയാണ്. പോസിറ്റീവ് ചാർജുകളാണ്, ഇലക്ട്രോൺ കൊടുക്കുന്ന ഒരാളാണ്. ഇനി ഒരാളും കൂടെ ഉണ്ട്. ആ പേപ്പറിൻ്റെ പേരാണ് ഫ്ലാനൽ. ആ പേപ്പറിൻ്റെ പേരെന്താടാ? ഫ്ലാനൽ. ഈ ആൾക്കാരുടെ എപ്പം നിങ്ങൾ കേൾക്കുകയാണെങ്കിലും, ഇതിൽ ആരെങ്കിലും ഒരാൾ എൻ്റെ മക്കൾ കേൾക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾ മനസ്സിലാക്കണം, ഇവരൊക്കെ നല്ലവരായ ഉണ്ണികളാണ്, ഇവരൊക്കെ പോസിറ്റീവ് ചാർജിൻ്റെ ആൾക്കാരാണ്, ഇവരൊക്കെ ഇലക്ട്രോൺ കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, സർ കടം വാങ്ങാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ആൾക്കാരൊക്കെ? നെഗറ്റീവ് ആൾക്കാരൊക്കെ? സർ ഈ നെഗറ്റീവിൽ ഒന്നാമത്തെ ആളാണ് എബണൈറ്റ്. സാർ എബണൈറ്റ് എന്നുള്ള പേര് നമ്മൾ മനസ്സിലാക്കണം. എബണൈറ്റ് നമ്മൾ നാട്ടിലൊന്നും കേൾക്കാത്ത ഒരാളാണ്. നമ്മൾ സാധാരണ ഗ്ലാസ് ഒക്കെ നമ്മൾ കേൾക്കുന്ന ആളാണ്. എബണൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് യുദ്ധഭൂമിയിൽ പുതിയൊരാളാണ്, ഈ നാട്ടിൽ ആദ്യമായിട്ട് വന്ന ഒരാളാണ്. നെഗറ്റീവാ, നെഗറ്റീവ്, ഓനെ നമ്മൾ സൂക്ഷിക്കണം. അവർക്ക് നമ്മൾ അത്ര പരിചയമില്ല. സോ എബണൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാത്ത, അല്ലെങ്കിൽ ഇതുവരെ നമുക്ക് നിത്യയുദ്ധം നമ്മൾ പരാജയപ്പെടുത്ത ഒരാളാണ് നെഗറ്റീവ് ആണെന്ന് ആലോചിക്കുക. ഇനി അടുത്താണ് സുഹൃത്തുക്കളെ ബലൂണ്. അല്ലെങ്കിൽ കുട്ടികൾക്ക് ബലൂണൊക്കെ വാങ്ങിക്കൊടുത്താൽ ഒന്ന് ആലോചിക്കുക. ആ ബലൂണൊക്കെ ഒരു വീങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മീ ഒരു ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും, അസുഖങ്ങളും മാരകമായ പ്രശ്നങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. ബലൂണൊന്നും കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കരുത്, അതൊക്കെ തൊണ്ടേ പോയ പ്രശ്നം. ബലൂൺ നെഗറ്റീവാ, ബലൂൺ നെഗറ്റീവാ, ബലൂൺ വേണ്ട, ബലൂൺ വേണ്ട, ബലൂൺ വേണ്ട. അയ്യോ കമ്പിളി ഏതിനി പോസിറ്റീവ്. സിൽക്ക്, എടാ സിൽക്കിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടാൽ എമ്മ പൈസേ. സിൽക്ക് വേണ്ട, സിൽക്ക് വേണ്ട, സിൽക്കിൻ്റെ ഡ്രസ്സൊന്നും വാങ്ങണ്ട, സാധാ വല്ല ഡ്രസ്സ് വാങ്ങിയാൽ മതി. സിൽക്ക് നെഗറ്റീവാ, സിൽക്ക് നെഗറ്റീവാ. സോ നിങ്ങൾ ആലോചിക്കുക, സിൽക്ക് നെഗറ്റീവാണ്. ആരൊക്കെയാടാ നെഗറ്റീവ്? ബലൂൺ നെഗറ്റീവാണ്, എബണൈറ്റ് നെഗറ്റീവാണ്, സിൽക്ക് നെഗറ്റീവാണ്. സിൽക്കൊക്കെ വാങ്ങണമെങ്കിൽ നമ്മൾ പൈസ ആയിരുന്നെങ്കിലും കടം വാങ്ങിയിട്ട് വേണം ടെക്സ്റ്റൈൽസ് പോയിട്ട് സിൽക്കൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ. സോ എൻ്റെ മക്കൾ മനസ്സിലാക്കണം, ഈ ആൾക്കാരുടെ പേര് എപ്പോഴെങ്കിലും കേൾക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇത് നെഗറ്റീവ് ചാർജാണ്, അവർ ഇലക്ട്രോൺ വാങ്ങുന്ന ആൾക്കാരാണെന്ന് സെറ്റാക്കി മനസ്സിലാക്കുക. ഇനി നമ്മൾ നേരത്തെ ചോദ്യത്തിലേക്ക് കിടക്കാൻ പോവാണേ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, വലിയ ടഫ് ഒന്നുമില്ല. എൻ്റെ മക്കൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് പറയാം. ഗ്ലാസ് റോഡും സിൽക്കും തമ്മിലാണ് നിങ്ങൾ ഒരതിനെന്ന് ഇരിക്കുക. അപ്പോൾ ആരാണ് ഇലക്ട്രോണിനെ കൊടുക്കുക? ആരാ നല്ലവനായ ഉണ്ണി? ഈ കൂട്ടത്തിൽ ഗ്ലാസ് റോഡാണ് നല്ലവനായ ഉണ്ണി. സോ ഇലക്ട്രോൺ ആർക്കാ കൊടുക്കുക? ഗ്ലാസ് റോഡിൽ നിന്ന് സിൽക്കിലേക്കാണ് ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യുക. യാ സെറ്റ്. ആർക്കാ പോസിറ്റീവ് ചാർജ് കിട്ടുക? നല്ലവനായ ഉണ്ണി ആരാ? ഗ്ലാസ് റോഡ്. ആർക്കാ നെഗറ്റീവ് ചാർജ് കിട്ടുക? സിൽക്ക്. അല്ലേ? സിമ്പിൾ. എന്തെളുപ്പാ, എന്ത് രസാ ഫിസിക്സ്. രണ്ടാമത്തെ നോക്കടാ, എബണൈറ്റ്, കമ്പിളി. സാർ ഇതിൽ നല്ലവനായ ഉണ്ണി ആരാ? എബണൈറ്റ്. ആ യുദ്ധഭൂമിയിൽ പുതിയ വന്ന ആളാണ്, നെഗറ്റീവ് ആണ്, വാങ്ങുന്ന ആളാണ്. കമ്പിളി, നമ്മൾ അമ്പിളിക്കുട്ടി പോസിറ്റീവാ. സോ കമ്പിളിയിൽ നിന്ന് എബണൈറ്റിലേക്ക്, കണ്ടോ, കമ്പിളിയിൽ നിന്ന് എബണൈറ്റിലേക്കാണ് കൊടുക്കുക. അതായത് കമ്പിളിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടും, എബണൈറ്റിന് ഇലക്ട്രോൺ കിട്ടും. ഇനി അടുത്ത് നിങ്ങൾ പറ, ആർക്കാണ് പോസിറ്റീവ് ചാർജ് കിട്ടുക? ഇതിലാരാ നല്ലവനായ ഉണ്ണി? ഇതിലാരാ ഇലക്ട്രോൺ കൊടുക്കുന്ന ആള്? ഇതിൽ കൊടുക്കുന്ന ആള് ദാനശീലനായ ആള് അമ്പിളിയാണ്, കമ്പിളി. സോ കമ്പിളി അഥവാ വൂൾ, കമ്പിളി അഥവാ വൂൾ, കമ്പിളിക്കാണ് പോസിറ്റീവ് ചാർജ് കിട്ടുക. അപ്പോൾ ആർക്കാ നെഗറ്റീവ് ചാർജ് കിട്ടുക? അത് വാങ്ങുന്ന ആളാരാ? യുദ്ധഭൂമിയിലെ പുതിയ നടൻ എബണൈറ്റ്. സോ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, എബണൈറ്റിനാണ് നെഗറ്റീവ് ചാർജ് കിട്ടുക. സാർ അടുത്ത ആള് റബ്ബർ കമ്പിളി. ക്വസ്റ്റ്യൻ പേപ്പറിൽ കമ്പിളി ഉണ്ട്. കമ്പിളി നല്ലൊരു പെണ്ണല്ലേ, അമ്പിളി നല്ലൊരു പെണ്ണല്ലേ. സോ അമ്പിളിയാണ് ഇലക്ട്രോണിനെ കൊടുക്കുക. സോ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആരാടാ? കമ്പിളിക്ക് തന്നെയാണ് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുക. അപ്പോൾ ആർക്കാ പോസിറ്റീവ് ചാർജ് കിട്ടുക? ആരാണോ ഇലക്ട്രോൺ കൊടുക്കുന്നത്, ആരാണോ നല്ലവനായ ഉണ്ണി, അയാൾക്ക് പോസിറ്റീവ് ചാർജ് കിട്ടും. ഇവിടെ നല്ലവനായ ഉണ്ണി ആരാ? കമ്പിളി. അപ്പൊ ചീത്തവനായ ഉണ്ണി ആരാ? റബ്ബർ. സോ ഇവിടെ റബ്ബർ ആയിരിക്കും ഏത് ചാർജാ? നെഗറ്റീവ് ചാർജ്. സിമ്പിൾ ചാർജ്, വളരെ വളരെ എളുപ്പമുള്ള ഹെഡിങ്, പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവുക. നല്ലൊരു ചോദ്യമാണ്, അതേ ഹെഡിങ് ഉപയോഗിച്ച് ഒരു ചോദ്യമാണ്. ഒരു ബലൂണ്, രണ്ട് ബലൂണ് ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ വെച്ച്, എന്നിട്ട് ഞാൻ അത് ഒന്നെങ്കിൽ ഒരു കമ്പിളി കൊണ്ട് അല്ലെങ്കിൽ ഒരു ഫ്ലാനൽ കൊണ്ട്, ഒരു കമ്പിളി കൊണ്ടോ ഒരു ഫ്ലാനൽ കൊണ്ടോ ആ രണ്ട് ബലൂണിനെയും നന്നായി ഒരതിന്നിരിക്കുക. എപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരതി എന്നിട്ട് പറയുമ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കണം, ഇതിൽ ഒരാൾക്ക് പോസിറ്റീവ് ചാർജ് കിട്ടും, ഒരാൾക്ക് നെഗറ്റീവ് ചാർജ് കിട്ടും. സോ രണ്ട് ബലൂൺ ഞാൻ അടുപ്പിച്ച് വെച്ചിട്ട് ഞാൻ കമ്പിളി കൊണ്ട് നന്നായിട്ട് ഒരതി. എൻ്റെ മക്കൾ പറ, ഇതിൽ ആർക്കാ പോസിറ്റീവ് ചാർജ് കിട്ടുക? എടാ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഞാനിത് ഊതി കഴിഞ്ഞതിന് ശേഷം ഒരതി കഴിഞ്ഞതിന് ശേഷം തന്നെ തിരിച്ചെടുക്കുമ്പം നിങ്ങൾക്കറിയാം അമ്പിളി അല്ലെങ്കിൽ കമ്പിളി അല്ലെങ്കിൽ വൂള്. സാറേ കമ്പിളി നല്ലൊരു കുട്ടിയാണ്, കമ്പിളിക്ക് പോസിറ്റീവ് ചാർജാണ് കിട്ടുക. എന്ത് ചാർജാണ് കിട്ടുക? കമ്പിളിക്ക് പോസിറ്റീവ് ചാർജാണ് കിട്ടുക. നോ പ്രോബ്ലം. ബലൂണിന് എന്ത് ചാർജാ? ബലൂണൊക്കെ തിന്നാൽ നെഗറ്റീവാണ് സാറേ. സോ ഈ ബലൂണിന് നെഗറ്റീവ് ചാർജ് കിട്ടും, ഈ ബലൂണിന് നെഗറ്റീവ് ചാർജ് കിട്ടും. കുഴപ്പമൊന്നുമില്ലല്ലോ. കമ്പിളിക്ക് പോസിറ്റീവ് ചാർജ് കിട്ടും, രണ്ട് ബലൂണിന് നെഗറ്റീവ് ചാർജ് കിട്ടും. ഞാൻ ഈ കമ്പിളി അങ്ങോട്ട് പുറത്തോട്ട് എടുത്തിരിക്കുക, വൂൾ അങ്ങോട്ട് പുറത്തോട്ട് എടുത്തിരിക്കുക.
അപ്പം എന്താ സംഭവിക്കുക? രണ്ട് നെഗറ്റീവ് ചാർജ് ഒരുമിച്ചാവും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓപ്പോസിറ്റ് ചാർജ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും, ഒരേ മാരത്തെ ചാർജ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, വികർഷിക്കും. ഇത് രണ്ടും നെഗറ്റീവ് അല്ലേ? അപ്പോൾ ഇവരെന്താ സംഭവിക്കുക? ഇവർ രണ്ടാളും വികർഷിച്ച് നിൽക്കും. നോക്കടാ, രണ്ട് ബലൂണിനെ നിങ്ങൾ ഒരതുകയാണെന്നുണ്ടെങ്കിൽ ഈ ബലൂണിന് നെഗറ്റീവ് ചാർജ് കിട്ടും, ഈ ചങ്ങായിക്ക് പോസിറ്റീവ് ചാർജ് കിട്ടും. ഇത് നിങ്ങളെടുത്ത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടാൾക്കും നെഗറ്റീവ് ചാർജ് അല്ലേ? അപ്പോൾ ഇവർ രണ്ടാളും അട്രാക്റ്റ് ആണ് ചെയ്യുക, ആകർഷിക്കുകയാണ് ചെയ്യുക. ഇവർ രണ്ടുപേരും വികർഷിക്കും. സോ ഏത് ചാർജാണ് കിട്ടുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യം പഠിച്ചാൽ മാത്രം മതി. സിമ്പിളാ. ഞാൻ അടുത്തൊരു ചോദ്യമാണ് ഈ ഭാഗത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് എർത്തിങ്. എർത്തിങ്ങുമായി ബന്ധപ്പെട്ട് എൻ്റെ മക്കൾ എന്താ മനസ്സിലാക്കേണ്ടത്? വളരെ എളുപ്പമാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ഒരു കോട്ടെ, ഒരു ഇലക്ട്രോണിൻ്റെ ഒരു ബാങ്കാണ്. ഭൂമി ഒരു ഇലക്ട്രോണിൻ്റെ ബാങ്കാണ്. അതിന് ഇലക്ട്രോണെ കൊടുക്കാനും പറ്റും, ഇലക്ട്രോണിനെ വാങ്ങാനും പറ്റും. ഇലക്ട്രോണിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലോസ്കി ബാങ്കാണ് നമ്മുടെ ഇലക്ട്രോൺ നമ്മുടെ എർത്ത് അഥവാ ഭൂമി. ഇനി നിങ്ങൾക്ക് നോക്കാം, നിങ്ങളടുത്ത് ഒരാളുണ്ട് ആയിരിക്കും, ഒരു പോസിറ്റീവ് ചാർജുള്ള ഒരാളുടെ ആയിരിക്കുക, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള ഒരാളുടെ ആയിരിക്കുക. ഒരാളുടെ ചാർജ് പോക്കാൻ, ഒരാളുടെ ചാർജ് നിർവീര്യമാക്കാൻ, ഒരാളുടെ ചാർജ് ന്യൂട്രലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ആരെ ഉപയോഗിക്കാൻ? നിങ്ങൾക്ക് അയാളെ ഭൂമിയുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, ഒരാൾക്ക് പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ, നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ആദ്യം മനസ്സിലാക്കി. ഒരാളുടെ ചാർജ് പോക്കാൻ ഭൂമിയുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എർത്തിങ്. എന്താ വിളിക്കുക? എർത്തിങ്. ഇതാണ് നമ്മളെ എർത്തിങ്ങിൻ്റെ സിമ്പൽ, ഇതാണ് നമ്മളെ എർത്തിങ്ങിൻ്റെ പ്രതീകം. എന്താ കണ്ടോ, ഒരു വലിയ വര, ഒരു ചെറിയ വര, ഒരു കുഞ്ഞാപ്പി വര. ഇതാണ് നമ്മളെ എർത്തിങ്ങിൻ്റെ പ്രതീകം. സിമ്പിളാണ്, വളരെ വളരെ എളുപ്പമാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ അടുത്ത ദിവസം എൻ്റെ മക്കളോട് ചോദിക്കുക, ഒരാൾക്ക് പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? ഇവിടെ ഇലക്ട്രോൺ കൂടുതലാണോ കുറവാണോ എന്ന്. എടാ ആ സിമ്പലിലുണ്ട്, ഒരാൾക്ക് പോസിറ്റീവ് ചാർജ് ആണെന്നാണ് ഇവിടെ കേട്ടോ, പോസിറ്റീവ് ഇല്ല, അതിൽ ഇലക്ട്രോൺ ഇല്ല. ഒരാൾക്ക് പോസിറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ മക്കൾ മനസ്സിലാക്കണം, ഓനക്ക് ഇലക്ട്രോൺ കുറവാ, ഓനക്ക് ഇലക്ട്രോൺ ഓനക്ക് കുറവാടാ. ഒരാൾക്ക് നെഗറ്റീവ് ചാർജ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഓ മൈ ഗോഡ്, ഓൻ കടം വാങ്ങി മുടിഞ്ഞു നിൽക്കുക, ഓൻ്റെ കയ്യിൽ കുറേ ഇലക്ട്രോൺ ഉണ്ട്, ഓൻ ആരുടെ നിന്നൊക്കെ കടം വാങ്ങിയിട്ടുണ്ട്, ഓൻ്റെ കയ്യിൽ ഇലക്ട്രോൺ ഉണ്ട്. സോ ഏറ്റവും സിമ്പിൾ ഇവനെ മനസ്സിലാക്കാനാ. പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കണം, പോസിറ്റീവ്, അവിടെ ഇലക്ട്രോൺ ഇല്ല. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ഓൻ കുറേ ആൾക്കാരുടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്, ഇതൊക്കെ എപ്പോഴാണ് തിരിച്ചു കൊടുക്കുക, ഓൻ്റെ കയ്യിൽ കുറേ ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ അല്ലേ? സോ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി എൻ്റെ മക്കളോട് ചോദിക്കും, പോസിറ്റീവ് ചാർജുള്ള ഒരാൾ ഞാൻ എർത്ത് ചെയ്തെന്ന് വിചാരിക്കുക. പോസിറ്റീവ് ചാർജുള്ള ഒരാളെ എർത്ത് ചെയ്താന്ന് പറഞ്ഞാൽ അയാളുടെ ചാർജ് പോകും. എല്ലാവർക്കും അറിയില്ലേ, ഒരാളെ ചാർജ് പോക്കാനാണ് നമ്മൾ അയാൾ എന്ത് ചെയ്യുക? എർത്ത് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, ഭൂമിൻ്റെ അടുത്ത് കുറേ ഇലക്ട്രോൺ ഉണ്ട്. ഇപ്പം ഈ ഇലക്ട്രോണ് ഇവിടുന്ന് ഇങ്ങോട്ടാണോ പോവുക, ഇവിടുന്ന് ഇങ്ങോട്ടാണോ പോവുക? വസ്തുവിൽ നിന്ന് ഭൂമിയിലേക്കാണോ പോവുക, എർത്തിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കാണോ പോവുക? ആദ്യം മക്കൾ മനസ്സിലാക്കടാ, ഈ ചങ്ങായിൻ്റെ ചാർജ് ഏതാ? പോസിറ്റീവ്. പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇലക്ട്രോൺ ഉണ്ടോ ഇല്ലേ? സാറേ പോസിറ്റീവ് ആണ് സാറേ, ഇവിടെ ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ ഭൂമി എന്താ ചെയ്യുക? പാവം, അപ്പോൾ ഇലക്ട്രോൺ കൊടുത്തിട്ട് അത് സീറോ ആക്കും. സോ ഇലക്ട്രോൺ എവിടെ നിന്ന് എങ്ങോട്ട് പോകും? ഇലക്ട്രോൺ ഭൂമിയിൽ നിന്ന് ഒബ്ജക്റ്റിലേക്ക് പോകും. നല്ല പ്രശ്നമുണ്ടോ? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള വസ്തു എർത്ത് ചെയ്യുകയാണെങ്കിൽ ഹൈയെ പോസിറ്റീവ് ആണ്, അതിൽ വെട്ടിടുക, അതിൽ ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ ഭൂമി കുറച്ച് ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കും. ഓക്കെ അല്ലേ? ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ, സാർ ഞാൻ ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള വസ്തുവിനെ എർത്ത് ചെയ്തെന്ന് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ എവിടെ നിന്ന് എങ്ങോട്ടാ പോവുക? സാറേ ഇത് നെഗറ്റീവ് ചാർജാ, ഓൻ കടം വാങ്ങി ഓൻ്റെ അടുത്ത് കുറേ നെഗറ്റീവ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ എന്താ മനസ്സിലാക്കേണ്ടേ? ആ ഇലക്ട്രോൺസിന് ഓനക്ക് ഒഴിവാക്കിയാൽ മാത്രമേ ഓനക്ക് ഇനി സീറോ ആകാൻ പറ്റുള്ളൂ. സോ ഗൈസ്, ഓൻ എന്താ ചെയ്യുക? ആ ഇലക്ട്രോൺ വസ്തുവിൽ നിന്ന് ഭൂമിയിലേക്ക് പോകും. ഇലക്ട്രോൺ ഫ്ലോസ് ഫ്രോം ഒബ്ജക്റ്റ് ടു എർത്ത്. സിമ്പിൾ, ഹമ്പിൾ, നിസാരം. ഏതെങ്കിലും ഭാഗത്ത് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ബാക്ക് അടിക്കുക, പിന്നെയും ഒന്നും കാണാം. ഞാൻ അടുത്ത ദിവസം ചോദിക്കും എൻ്റെ മക്കളോട്, ഈ ഒരു ഉപകരണത്തിൻ്റെ പേരെന്താന്ന് ചോദിക്കും. എന്നിട്ട് മാത്രമല്ല ഇതിൻ്റെ ഓരോ ഭാഗത്തും വരടും, A, B, C, D, ഈ ഭാഗങ്ങൾക്കൊക്കെ എന്താ പറയാമെന്നും ചോദിക്കും. സോ ഈ ഒരു ഉപകരണത്തിൻ്റെ പേര് പഠിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ ഉപകരണത്തിൻ്റെ പേരാണ് ഇലക്ട്രോസ്കോപ്പ്. എന്ത് കോപ്പ്? ഇലക്ട്രോസ്കോപ്പ്. ഇലക്ട്രോസ്കോപ്പിൻ്റെ പണി എന്താ? നിങ്ങൾക്ക് ഒരു വസ്തുവിൽ ചാർജ് ഉണ്ടോ ചാർജ് ഇല്ലേ, ഒരു വസ്തുവിൽ ചാർജിൻ്റെ പ്രസൻസ്, ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. നിങ്ങളുടെ എക്സാമിന് ഇതിൻ്റെ പാർട്സ് ലേബൽ ചെയ്യാൻ പറയും. ഒരു ഇലക്ട്രോസ്കോപ്പിൻ്റെ മുകൾ ഭാഗത്തൊരു ഉണ്ട ഉണ്ടാവും, ഉണ്ടോ? ഈ ഉണ്ടക്ക് നമ്മൾ പറയുന്ന പേരാണ് മെറ്റൽ സ്ഫിയർ, ലോഹഗോളം. എന്താ വിളിക്കുക? മെറ്റൽ സ്ഫിയർ അല്ലെങ്കിൽ ലോഹഗോളം. ചില ആൾക്കാർ നോബ് എന്നൊക്കെ പറയാറുണ്ട്. മെറ്റൽ സ്ഫിയർ അല്ലെങ്കിൽ ലോഹഗോളം, ഒരു ഉണ്ട. ഞാൻ അടുത്ത ദിവസം മക്കളോട് ചോദിക്കുക, ഇതെന്താണെന്ന്. അതെന്താ? ഗ്ലാസിൻ്റെ പെട്ടി, ഗ്ലാസ് ജാർ എന്ന് പറയും. സോ ഇതാണ് ഗ്ലാസിൻ്റെ ജാറ്. ഇനി ഇവിടെ നോക്കടാ, ഇതിനുള്ളൊരു വടി ഉണ്ടല്ലോ, ആ വടിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റാലിക് കണ്ടക്ടർ, ലോഹചാലകം. അത് കറണ്ട് പോകാൻ പറ്റുന്ന ഒരു വയറാ, മെറ്റാലിക് കണ്ടക്ടർ അല്ലെങ്കിൽ ലോഹചാലകം. ആൻഡ് ഫൈനലി ഇതിൻ്റെ അപ്പുറത്ത് അവസാനമായിട്ട് 2 ആൾക്കാരുണ്ടാവും. ഇതിനെ നമ്മൾ വിളിക്കും ഗോൾഡ് ലീവ്സ് അല്ലെങ്കിൽ സ്വർണ്ണദളങ്ങൾ, അല്ലെങ്കിൽ തൽക്കാലം ലീവ്സ്, മെറ്റൽ ലീവ്സ്. അലൂമിനിയം ഉപയോഗിക്കാറുണ്ട്, ചില ആൾക്കാർ ഗോൾഡ് ഉപയോഗിക്കാറുണ്ട്. ഒന്നെങ്കിൽ അലൂമിനിയം ലീവ്സ് അല്ലെങ്കിൽ ഗോൾഡ് ലീവ്സ്
ലീവ്സ് അല്ലെങ്കിൽ മെറ്റൽ ലീവ്സ്, അലൂമിനിയം ദളങ്ങൾ, സ്വർണ്ണ ദളങ്ങൾ അല്ലെങ്കിൽ ലോഹ ദളങ്ങൾ, ഇതിലേതും പറയാം, ഒരു പ്രശ്നവുമില്ല. സോ ഒരു ഇലക്ട്രോസ്കോപ്പിൻ്റെ ചിത്രം തന്നിട്ട് അതിൻ്റെ ഭാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾ എന്തായാലും പഠിക്കണം. ഓൻ്റെ പണി എന്താ? ഒരാളെ മേലെ ചാർജ് ഉണ്ടോ ചാർജ് ഇല്ലേ നോക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ചങ്ങാനെ ഉപയോഗിക്കാൻ പറ്റുക. സിമ്പിൾ അല്ലേ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. പിന്നെ ഈ പാഠം ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ പാഠം നല്ല വേറൊരു പാഠം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു പരീക്ഷണം, നിങ്ങളെ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം എന്നുള്ള പാഠന്ന് ഒരു പരീക്ഷണം നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റും. സാർ ഏതൊക്കെയാണ് പരീക്ഷണം ഉണ്ടാവുക? ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിൽ ഞാനൊരു മെഴുകുതിരി കൊണ്ട് അങ്ങോട്ട് വെച്ച്, ഒരു മെഴുകുതിരി കത്തിച്ച് അങ്ങോട്ട് വെച്ച്, ഇതിൽ വെള്ളം ഉണ്ടേ, ഇവിടെ ഞാൻ എന്താ ചെയ്ത്, ഈ മെഴുകുതിരിൻ്റെ ഒന്നുകൂടി ഞാൻ പറയുന്നു സന്ദർഭം എന്താ, ഒരു പാത്രമുണ്ട്, ആ പാത്രത്തിൽ വെള്ളമുണ്ട്, ആ പാത്രത്തിൽ വെള്ളമുണ്ട്, അതിലൊരു മെഴുകുതിരി ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഞാൻ എന്താ ചെയ്ത്, ഒറ്റയടിക്ക് ഞാൻ ഇതിൻ്റെ മേലെ ഒരു ഗ്ലാസ് കൊണ്ടേ അങ്ങോട്ട് വെച്ച്, ഈ മെഴുകുതിരിൻ്റെ മേലെ ഒരു ഗ്ലാസ് കൊണ്ടേ അങ്ങോട്ട് വെച്ച്, എന്താണ് സംഭവിക്കുക? ഇതാണ് പരീക്ഷണം. എന്താ മക്കളെ സംഭവിക്കുക? ആദ്യം മക്കൾ മനസ്സിലാക്കണം, ഈ മെഴുകുതിരി അങ്ങോട്ട് കേടും. ഈ മെഴുകുതിരി എന്ത് ചെയ്യടാ? അങ്ങോട്ട് കേടും. നിങ്ങൾ എന്താ അവിടെ സംഭവിക്കുക? നിങ്ങൾ എപ്പോഴും ഈ മർദ്ദം എന്നുള്ള പാഠത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഉടായ്പകളൊക്കെ പറഞ്ഞുതരാം. എപ്പോഴെങ്കിലും ഒരാൾ ചൂടാവുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും, ഞാനവിടെ കത്തിച്ചിട്ടു എന്നൊക്കെ പറയും. എപ്പോഴെങ്കിലും ഒരാൾ നിങ്ങൾ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വായു വേഗം ഇറങ്ങി ഓടും, അവിടെ മർദ്ദം കുറയും. നിങ്ങൾ ഒരാളെ വായു കത്തിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ഒരാളെ കത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ പ്രഷർ കുറവായിരിക്കും. സോ ഈ പോയിന്റ് എപ്പോഴും മനസ്സിലാക്കിക്കോ. കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം കുറവായിരിക്കും. ഇത് നിങ്ങളെ മനസ്സിലുണ്ടാവണേ. ഒരാളെ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ കത്തിച്ചിടുക അല്ലെങ്കിൽ മെഴുകുതിരി കത്തിക്കുക എന്നൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടെങ്കിൽ മക്കൾ മനസ്സിലാക്കണം, അവിടെ പ്രഷർ അഥവാ മർദ്ദം കുറവായിരിക്കും. സോ ഇതിൻ്റെ ഉള്ളിൽ പ്രഷർ കുറവാണ്. അപ്പം എൻ്റെ മക്കൾ പറ, ഇതിനുള്ളിൽ പ്രഷർ കുറവാണെങ്കിൽ ഉള്ളിൽ ഇവിടെ പുറത്തെന്തായിരിക്കും? പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ പ്രഷർ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് വായു ഇങ്ങനെ തള്ളാൻ തുടങ്ങും. എപ്പോഴും മനസ്സിലാക്കണം, ഒരു സ്ഥലത്ത് പ്രഷർ കുറയാണെങ്കിൽ, മർദ്ദം കുറയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് എവിടെയോ പ്രഷർ കൂടുതലുണ്ടാവും. ആ സ്ഥലത്ത് ആൾക്കാർ ഇങ്ങനെ തള്ളാൻ തുടങ്ങും. സോ ഈ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ, ഇവിടെ പ്രഷർ കൂടുതലല്ലേ, ഇവിടെ നിന്നുള്ള വായു ഇങ്ങനെ തള്ളും, ഇതിനെങ്ങനെ തള്ളും. ഇതിനെ തള്ളി തള്ളി എന്താ സംഭവിക്കുക? ആദ്യം ഞാൻ പറഞ്ഞ ഇതങ്ങോട്ട് കേടും. എന്നിട്ട് ഈ വെള്ളത്തിനൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്കാവും. കണ്ടോ, ഇതിന് പുറത്തുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമെന്ന് മാത്രമല്ല ഇതങ്ങോട്ട് കെട്ടുപോവുകയും ചെയ്യും. അപ്പം ഇതിൻ്റെ ഉള്ളിലത്തെ പ്രഷറും പുറത്തത്തെ പ്രഷറും സെയിം ആണത് വരെ ആയതുകൊണ്ട് ഈ ചങ്ങായി ഇങ്ങനെ മേലെ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അതായത് ഇത്രയും ലെവലിൽ ഇതിങ്ങനെ നിൽക്കും, ഇത് താന്നു പോകില്ല. സോ എൻ്റെ മക്കളോട് ചോദിക്കട്ടെ, എന്താ അവിടെ സംഭവിച്ചത്? സാറേ, ഈ പുറത്തുള്ള വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. എന്തുകൊണ്ട്? നമ്മൾ കത്തിച്ച സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ പ്രഷർ അഥവാ മർദ്ദം കുറവായിരുന്നു, പുറത്ത് പ്രഷർ കൂടുതലായിരുന്നു. സോ മർദ്ദം കൂടുതലുള്ള സ്ഥലത്തുനിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് വായുവിൻ്റെ തള്ളുണ്ടായി, വായുവിൻ്റെ പ്രവാഹമുണ്ടായി. അങ്ങനെ ആ ബലം പ്രയോഗിച്ചുകൊണ്ടാണ് ഈ വെള്ളം ഇതിനുള്ളിലേക്ക് കയറിയത്. സാർ, എന്തുകൊണ്ടാണ് ഈ വെള്ളം ഇപ്പോൾ താഴോട്ട് വരാത്തത്? പുറത്തുള്ള പ്രഷറും അകത്തുള്ള പ്രഷറും സെയിം ആണ്. പുറത്തുള്ള മർദ്ദവും അകത്തുള്ള മർദ്ദവും തുല്യമാണ്. ഈ ഒരു പരീക്ഷണം നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ വളരെ വളരെ നന്നായിരിക്കും. ഈ ക്ലാസ്സിൽ ഓരോ കുട്ടി ഇപ്പോൾ മനസ്സിലാവേണ്ട കാര്യം എന്താ? ഒരാളെ നമ്മൾ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രഷർ വളരെ വളരെ കുറവായിരിക്കും. സിമ്പിൾ അല്ലേ? വളരെ വളരെ എളുപ്പമാണ്. സാർ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, കിഡിലൻ ക്വസ്റ്റ്യൻ ആണ്. സാർ, ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് ഹോംവർക്കും തരും. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. സാർ, എന്താ ചോദ്യം? കൺവേർട്ട് ദ ഫോളോയിങ് മെഷർമെന്റ് ഇൻ ടു SI യൂണിറ്റ്. താഴെ തന്നിരിക്കുന്നവയെ അവയുടെ SI യൂണിറ്റിലേക്ക് മാറ്റണം. SI യൂണിറ്റിലേക്ക് മാറ്റണം വിതൗട്ട് ചേഞ്ചിങ് ദെയർ വാല്യൂസ്. അതിൻ്റെ മൂല്യം മാറാതെ SI യൂണിറ്റിലേക്ക് മാറുക. 1, 2, 3, 4 ആൾക്കാരുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാമല്ലോ. ഒന്നാമത്തെ ആളാണ് 200 അല്ല 2000 ഗ്രാം. മക്കളെ, നിങ്ങൾക്ക് അറിയോ ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? മാസിൻ്റെ SI യൂണിറ്റ് ആണോ ഗ്രാം? ചില മാസിൻ്റെ യൂണിറ്റ് അല്ലേ ഗ്രാം? മാസിൻ്റെ SI യൂണിറ്റ് ഏതാ? സാറേ, തൂക്കം. ഗ്രാം എന്ന് പറഞ്ഞാൽ തൂക്കമാണ്. തൂക്കത്തിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. സോ നമുക്കിതിനെ എന്തിലേക്ക് മാറ്റണം? കിലോഗ്രാമിലേക്ക് മാറ്റണം. അറിയാത്ത ഏതെങ്കിലും കുട്ടിയുണ്ടെങ്കിൽ നോക്കിക്കേ, ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് എങ്ങനെ അറിയാൻ മാറ്റുക? ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഹരിച്ചാൽ മതി. സിമ്പിളാടാ. 1000 ഗ്രാം അല്ലേ 1 കിലോഗ്രാം. സോ 2000 ഗ്രാം എന്ന് പറഞ്ഞാൽ അതിനെ 1000 കൊണ്ട് ഹരിക്കുക. 1000 കൊണ്ട് ഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം എന്ത് കിട്ടും? കിലോഗ്രാമിലേക്ക് കിട്ടും. സാർ, അതെങ്ങനെ ചെയ്യുക? സിമ്പിളാടാ, വളരെ വളരെ എളുപ്പമാടാ. ഈ പൂജ്യം വെട്ടുക, ഈ പൂജ്യം വെട്ടുക, ഈ പൂജ്യം വെട്ടുക. 2ൽ എത്ര ഒന്നുണ്ട് മക്കളെ? 2. സോ ആൻസർ ആണ് 2 കിലോഗ്രാം. അല്ലെങ്കിൽ കോമൺ സെൻസുള്ള ആൾക്കാർക്ക് ചിന്തിച്ചൂടെ, 1000 ഗ്രാം 1 കിലോഗ്രാം ആണ്. അപ്പോൾ 2000 ഗ്രാം എത്ര? 2 കിലോഗ്രാം. അല്ലെങ്കിൽ ആൾക്കാർ എന്താ പറയണ്ടേ? ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക. സിമ്പിൾ. സാർ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അതിനെ SI യൂണിറ്റിലേക്ക് മാറ്റുക. സാറേ, മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താ? മണിക്കൂർ അല്ലെങ്കിൽ ഹവർ എന്ന് പറഞ്ഞാൽ സമയത്തിൻ്റെ യൂണിറ്റാണ്. സമയത്തിൻ്റെ SI യൂണിറ്റ് എന്താ? സമയത്തിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. ഓ മൈ ഗോഡ്. സോ ഈ 1 മണിക്കൂർ നമുക്ക് എന്തിലേക്ക് മാറ്റണം? സെക്കൻഡിലേക്ക് മാറ്റണം.
പൊന്നു മക്കൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല. മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ ഒരു വട്ടം 60 കൊണ്ട് ഗുണിക്കണം. മണിക്കൂറിനെ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ 2 വട്ടം 60 കൊണ്ട് ഗുണിക്കണം. ഇതാണ് നമ്മൾ കോഡ്. സോ ഒരു മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ ഒരു വട്ടം 60 കൊണ്ട് ഗുണിക്കുക, മണിക്കൂറിനെ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ 2 വട്ടം 60 കൊണ്ട് ഗുണിക്കുക. സാറ് അപ്പോൾ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അതിനെ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ ആദ്യം ഒന്ന് 60 കൊണ്ട് ഗുണിക്കണം, വീണ്ടും ഒന്ന് 60 കൊണ്ട് ഗുണിക്കണം. പരിപാടി കഴിഞ്ഞ്. സാറ് സിമ്പിൾ കമ്പിൾ നിസ്സാരം. ഇനി ഇതിന്റെ ഉത്തരത്തര മക്കളെ, ഇതിന്റെ ഉത്തരം സൈഡിൽ ചെയ്ത് നോക്കിയാൽ 1 6 6 6 36 36 1 2 2 0 3600 സെക്കൻഡ്. സോ ഇതിന്റെ മക്കൾ മനസ്സിലാക്കണം, ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആടാ? 6 6 36 2 0 3600 സെക്കൻഡ്. എളുപ്പ, വളരെ വളരെ എളുപ്പ. സാർ അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? 1.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അതിനെ SI യൂണിറ്റിലേക്ക് മാറ്റുക. ശരിക്കും ചെയ്യേണ്ട എന്താ? വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പാവം ഞാൻ പറഞ്ഞുതരാം. കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താടാ? ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് കിലോമീറ്റർ. സാറേ കിലോമീറ്റർ ദൂരത്തിന്റെ യൂണിറ്റ് അല്ലേ? ദൂരത്തിന്റെ SI യൂണിറ്റ് എന്താ? ഡിസ്റ്റൻസിന്റെ SI യൂണിറ്റ് ആണ് മീറ്റർ. സോ കിലോമീറ്ററിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? കിലോമീറ്ററിനെ നമുക്ക് മീറ്ററിലേക്ക് മാറ്റണം. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാ? 1000 മീറ്റർ. സോ 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. 1.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1.5 × 1000 1000 കൊണ്ട് ഗുണിച്ചാൽ മതിയാടാ. സാറേ എങ്ങനെ 1000 കൊണ്ട് ഗുണിക്കുക? 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ സിമ്പിളാണ്. 10 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ പോയിന്റ് ഒരു വട്ടം മുന്നോട്ട് മാറും. സോ 15ആയി. ഇനി എന്താ 2 0 ഉണ്ട്. സോ 2 0 ഇടുക. 1500 മീറ്റർ. 1500 മീറ്റർ. അല്ലെങ്കിൽ ഒന്ന് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ പോരെ. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ. അപ്പോൾ 1.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 1500 മീറ്റർ. ഏത് രീതി ചെയ്താലും ഒരു പ്രശ്നവുമില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ഇന്നത്തെ അവസാനത്തെ ചോദ്യം. സാർ ചോദ്യം ഇതാണ്, 200 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അത് SI യൂണിറ്റിലേക്ക് മാറ്റാനാണ് പറഞ്ഞത്. സോ സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തിന്റെ യൂണിറ്റാ? സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അത് നീളത്തിന്റെ യൂണിറ്റ് ആണ്. സാറേ നീളത്തിന്റെ SI യൂണിറ്റ് എന്താ? നീളത്തിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. സോ സെന്റിമീറ്ററിനെ എങ്ങനെയാണ് മീറ്ററിലേക്ക് മാറ്റുക? എടാ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഹരിച്ചാൽ മതി. 100 കൊണ്ട് ഹരിച്ചാൽ മതി. കാരണം എന്താ? 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. സോ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഹരിച്ചാൽ മതി. സിമ്പിൾ. അപ്പൊ 200/100 200/100 എത്ര? 200 എത്ര? 100 ഉണ്ട്. 2 മീറ്റർ. അല്ലെങ്കിലും വീണ്ടും കോമൺ സെൻസ് ഉപയോഗിച്ചൂടെ? 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ. അപ്പോൾ 200 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാ? 2 മീറ്റർ. എന്ത് എളുപ്പമാണ്, വളരെ വളരെ എളുപ്പമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളുടെ ഒരു ഹോംവർക്ക് തരട്ടെ, താഴെ ഒന്ന് ചാറ്റ് ബോക്സിൽ ആറ്റ് ചെയ്യും. നിങ്ങൾക്ക് ധൈര്യമാണെങ്കിൽ എൻ്റെ മക്കൾ പറയണേ. അങ്ങനെയാണെങ്കിൽ ഇതാണ് ചോദ്യം. 750 കുറച്ച് കട്ടിൽ ക്വസ്റ്റ്യൻ തരാം. 756 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാണ്? 756 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാണ്? നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ ഉത്തരം ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇതേമാതിരിയുള്ള കൂടുതൽ ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് രാത്രിയുള്ള ലൈവിൽ, നാളെ രാവിലെയുള്ള റോക്കറ്റ് ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു കാരണവശാലും നിങ്ങൾ മിസ്സാക്കരുത് എന്ന് മാത്രമല്ല, അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. നമ്മൾ സെറ്റ് ആക്കും. സോ ഗൈസ്, ഇതിന് ഉത്തരം അറിയുന്ന ആൾക്കാർ ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്യുക. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ബൈ.